രാവിലെ തന്നെ മുടിയൊക്കെ വാരി കെട്ടിയിട്ട് നമ്മൾ മെയിൻ കർത്തവ്യത്തിലോട്ട് അങ്ങോട്ട് കിടക്കാം, അടുക്കള ജോലിയിലോട്ട് കേട്ടോ. മുടിയൊക്കെ വാരി കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചോറിലും കറിയിലൊക്കെ ഓരോ മുടികൾ കിട്ടും. പിന്നെ എനിക്ക് വീട്ടിൽ സ്വസ്ഥത കാണത്തില്ല കേട്ടോ. ഈ മുടിയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്നും ഒതുങ്ങിയിരിക്കത്തില്ല. ഈ ക്ലിപ്പ് കുത്തിയാലും അങ്ങനെ തന്നെ ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ അഴിഞ്ഞിങ്ങ് വീഴും. പിന്നെ നല്ല പുളി സോക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പുളിമുളകും വെക്കാനുള്ളതാണ് കേട്ടോ. മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് അപ്പച്ചി പോയത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പൊന്നാര എനിക്ക് കട്ട് ചെയ്യാൻ എന്തോ നല്ല പേടിയാണ് കേട്ടോ. മുള്ളെൻ്റെ കൈ കയറുമോ എന്നുള്ള പേടിയാണ്. ഞാൻ ഇതങ്ങോട്ട് മീൻ കണ്ടാൽ പോലും വാങ്ങിക്കാൻ നിൽക്കാറില്ല, എന്നാൽ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷേ അപ്പച്ചി രാവിലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. വറുക്കാനുള്ളതും വരഞ്ഞ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അതിനകത്ത് സിമ്പിളായിട്ട് മസാലയൊക്കെ ചേർത്തിട്ട് കറി അങ്ങോട്ട് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ നല്ല മസാലയൊക്കെ ചേർത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് വറുക്കാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മസാല അങ്ങോട്ട് സെറ്റായി പിടിക്കത്തില്ലേ. പിന്നെ നല്ല കറി വെക്കാനുള്ള എണ്ണയൊക്കെ ചൂടാക്കുന്നുണ്ട് കേട്ടോ. പുളിമുളകും വെക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ, പൊന്നാരനായതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചുവന്നുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിമുളകിൻ്റെ റെസിപ്പി അറിയാമല്ലോ, അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തോട്ട് മീൻ വറുക്കാനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വേവത്തില്ല, കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ കുറച്ചധികം തന്നെ വറുക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ വറുത്ത് കഴിക്കുന്നതും കറിയിലിട്ട് കഴിക്കുന്നതും. പിന്നെ ദാണ്ടെ കറി അങ്ങോട്ട് തിളച്ച് വന്നിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുളി സോക്ക് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഊറ്റാനായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ലാസ്റ്റാണ് അരി ഊറ്റാനായിട്ട് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ പഠിച്ച് അരി ഊറ്റാനായിട്ട് നല്ല എളുപ്പമാണ് എനിക്ക്. സ്ഥിരം ഊറ്റി ഇപ്പം നല്ല മടിയില്ലാതെ ഞാൻ ഊറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അതും പേടിയാണ്, ചൂടുവെള്ളം വന്ന് പുറത്ത് വീഴുമെന്നുള്ളത്. പിന്നെ അതാണ്ട് ഇപ്പം മീൻ അങ്ങോട്ട് കറി തിളച്ച് വന്നിട്ട് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതാ കണ്ടില്ലേ, എനിക്ക് കണ്ടപ്പോൾ തന്നെ കൊതി വരുന്നു കേട്ടോ. പിന്നെ കറിയൊക്കെ തിളച്ച് അങ്ങനെ സെറ്റായി വന്ന് പിന്നെ കോവയ്ക്കയുടെ പരിപാടി ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നും കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഓരോ ദിവസം ഞാൻ റൗണ്ടിലും നീളത്തിലൊക്കെ അരിഞ്ഞിട്ടാണ് ഓരോ ദിവസം വെക്കാറ്. ഇന്നിപ്പോൾ നീളത്തിൽ അരിഞ്ഞാണ് വെക്കുന്നത്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. ഇതുണ്ടെങ്കിൽ ഞാൻ എത്ര വേണമെങ്കിലും ചോറ് കഴിച്ചോളും, ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. ഇൻസ്റ്റയിൽ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ടാറ്റാ.